ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനെ അങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നയനയാണ് കരള് തന്നതെന്നും അതുകൊണ്ടാണ് നയന വീട്ടിൽ പോയി നിൽക്കുന്നതെന്നൊക്കെ. അങ്ങനെ നയന തിരിച്ചെത്തി കഴിയുമ്പോൾ ദേവയാനി നന്നായിട്ട് നയനയെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നയനയൊന്നും ഈ വിവരം അറിയുന്നില്ല. അതിനൊക്കെ ശേഷം അപ്രതീക്ഷിതമായിട്ട് നയന ദേവയാനിയുടെ ഡയറി വായിക്കാൻ ഇടവരികയാണ്. അപ്പോൾ നയന എല്ലാ വിവരങ്ങളും അമ്മ നേരത്തെ അറിഞ്ഞു എന്നുള്ളത് ഈ ഡയറിയിൽ നിന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയനയെ അമ്പലത്തിൽ വെച്ച് കാണുമ്പോൾ തന്നെ ദേവയാനിക്ക് മനസ്സിലാകാണ് ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താ പ്രശ്നം എന്നുള്ള കാര്യം. അപ്പോൾ അവർ പോയി കഴിയുമ്പം ജലജയോട് പറയുന്നുണ്ട് ദേവയാനി, ജലജെ അവൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്താടി ഇനി അവൾ വല്ല പ്രഗ്നൻറ്റും ആണോ എന്ന് പറയുകയാണ് കേട്ടോ ജലജ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല, അവൾ അത്ര മോശ സ്വഭാവക്കാരിയൊന്നും ആയിരിക്കില്ലല്ലോ, ആദർശ് വ്രതത്തിലുമായിരുന്നു, എൻ്റെ മോനെ എനിക്ക് നല്ല വിശ്വാസമാണ് എന്ന് പറയാണ്. അപ്പോൾ ജലജ പറയാണ്, പിന്നെ അവൾക്ക് എന്ത് പറ്റാനാ, ഓ അന്ന് നന്ദു തള്ളിയിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ വല്ല പ്രശ്നങ്ങളും ആയിരിക്കും, പിന്നെ പനിയോ ക്ഷീണമോ എന്തൊക്കെയാണെന്നല്ലേ ആ കനക പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്നേ. അപ്പോൾ ദേവയാനി മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്, അതൊന്നുമല്ല, എന്തോ കാര്യമായിട്ടുണ്ട്, എന്നിൽ നിന്ന് എന്തൊക്കെയോ ആദർശും ജേട്ടനും ഒക്കെ മറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ അവളെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, അങ്ങനെ എന്തോ കാര്യമുണ്ട്, എന്തായാലും അതറിയണം, ആരും എന്നോട് വ്യക്തമായിട്ടൊന്നും പറയുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ദേവയാനി വീണ്ടും വീട്ടിലൊക്കെ ചെന്നിരിക്കുമ്പം ആലോചിക്കുന്നുണ്ട്, ആരായിരിക്കും എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടി എന്ന് ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് വന്നു കഴിയുമ്പോഴേ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആഹാ ദേവയാനി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതിട്ട് വന്നു, നല്ല കാര്യം, നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരും മലയ്ക്ക് പോയിരിക്കില്ലേ, ആ സമയത്ത് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയത് നല്ല കാര്യമാണെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ കൂടെ വന്ന ജലജ പറയാണ് കേട്ടോ, ആ അതൊക്കെ നേരാ, അവിടെ ചെന്നപ്പം ആ അപശകുനത്തിനെ കണ്ടു, അതോടെ ഏടത്തിയുടെ എല്ലാ സമാധാനവും പോയി. അപ്പം മുത്തശ്ശി ചോദിക്കുക, ആരാടി ജലജ അപശകുനം അത്ര സമാധാനം കളയാനുള്ളത്? അപ്പം ജലജ പറയുന്നുണ്ട്, അതോ ആ നയനയും അവളുടെ അമ്മയും കൂടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ആഹാ നയനമോള് ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ, എനിക്കറിയായിരുന്നു അവൾ വരുമെന്ന്, കാരണം ആദർശ് ഇന്ന് ശബരിമലയ്ക്ക് പോയിരിക്കല്ലേ, അവർക്ക് ഒരു കുഴപ്പമില്ലാതെ മല ചവിട്ടാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കാൻ അവൾ അമ്പലത്തിൽ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഓ ഉറപ്പ്, അവൾ വന്നു, അവൾക്കെന്തോ വയ്യായികയൊക്കെയാണെന്നാണ് പറഞ്ഞത് അവളുടെ അമ്മ, പനിയാണെന്നോ എന്തൊക്കെയോ പറഞ്ഞു, ഇനി ഗർഭിണിയോ വല്ല ആണോ എന്ന് അറിയില്ല എന്ന് പറയാണ് ജലജ. അപ്പം മുത്തശ്ശി പറയേ, ജലജ നീ വേണ്ടാത്തതൊക്കെ പറയാതെ, അവൾ ഇവിടുന്ന് പോകുമ്പം ഗർഭിണിയല്ലായിരുന്നല്ലോ, ആദർശുമോൻ വ്രതത്തിലുമായിരുന്നു, പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? അപ്പം ജലജ പറയും, ഏയ് ഞാനൊന്നും ഉദ്ദേശിച്ചൊന്നുമില്ല, ദേവടത്തിയുടെ ഒരു സംശയം ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം ദേവയാനി മുത്തശ്ശനോട് പറയുന്നുണ്ട്, അതേച്ചാ അവൾക്കെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്ക് വയ്യാത്തതുപോലെ അവൾക്കും എന്തോ പ്രശ്നം, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ, നിങ്ങളൊക്കെ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ, ഇനി എന്തെങ്കിലും മാറാരോഗമോ വ്യാധിയോ എന്തെങ്കിലും അവൾക്കുണ്ടോ? അപ്പം മുത്തശ്ശൻ പറയും, ഏയ് നയനമോക്ക് അങ്ങനെയൊന്നുമില്ല, നയനമോക്ക് പനിയോ ക്ഷീണമോ അങ്ങനെ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ ദിവസം ആദർശ് പറഞ്ഞായിരുന്നു, അങ്ങനെ വല്ലതും ആയിരിക്കും എന്ന് പറയാണ് കേട്ടോ. പക്ഷേ ദേവയാനി അകത്ത് ചെന്ന് കഴിഞ്ഞും ഈ കാര്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് കരൾ തന്ന ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയാണ് പോയത്, അവൾക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യാനുമാണ് പോയത്, അപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാൻ എൻ്റെ മുന്നിൽ അവളെ കാണിച്ചു തന്നത്, അവളാണോ ഇനി എനിക്ക് കരൾ തന്നത്? ആ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു ചെറിയ സംശയമുണ്ട്, ആദർശും അച്ഛനും എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണല്ലോ എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെ ദേവയാനി നേരെ ഡോക്ടറെ വിളിക്കുകയാണ് കേട്ടോ. ഡോക്ടറെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ ഞാനൊരു കാര്യം ചോദിച്ചാൽ എന്നോട് സത്യം പറയണമെന്ന് പറയാണ്. ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി ഇപ്പോൾ അസുഖമൊക്കെ കുറവില്ലേ? കുറവുണ്ട്, എനിക്കിപ്പോൾ ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നുണ്ട് ഞാൻ, പക്ഷേ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഡോക്ടറെ എന്ന് പറയാണ്. എന്താ മനസ്സിന് ഇത്ര വിഷമം ഉണ്ടാവാൻ ദേവയാനിക്ക്? അത് ഡോക്ടറെ, മനസ്സിൽ മുഴുവൻ എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ചിന്തയാണ്, അവളെ ഒന്ന് കാണാനോ സംസാരിക്കാനോ പോലും പറ്റിയിട്ടില്ല, എന്തിന് അവൾ ആരാണെന്ന് പോലും അറിയാനുള്ള അവകാശം എനിക്കില്ലേ, എന്നിൽ നിന്ന് എല്ലാവരും മറച്ചു വയ്ക്കുകയാണ് ആ കാര്യം എന്ന് പറയാണ് കേട്ടോ. ഡോക്ടറെങ്കിലും ഒരു ഉപകാരം ചെയ്യണം, ആ കുട്ടി ആരാണെന്നുള്ള കാര്യമെങ്കിലും എന്നോടൊന്ന് പറയണം, എനിക്കൊന്ന് അവളെ കാണണം, അത്ര മാത്രം മതി, ഇല്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ മരിച്ചു പോകും. അപ്പോൾ ഡോക്ടർ പറയാണ്, ദേവയാനി ഇത്ര പാനിക്കാകുമൊന്നും വേണ്ട,
അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ ഇത്. അത് ആദർശും ജയനും ഒക്കെ മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും, അതുകൊണ്ടല്ലേ. അപ്പോൾ ദേവയാനി പറയാണ്, അതാ ഞാൻ പറഞ്ഞത്, അവരൊന്നും എന്നോട് ഒരിക്കലും പറയാൻ പോകുന്നില്ല. ഡോക്ടർ ഈ വിവരം എന്നോടൊന്ന് പറയണമെന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, അത് ദേവയാനി വേറെ ആരുമല്ല, ദേവയാനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ്, നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് ദേവയാനി, അതാരാ അങ്ങനെ ഒരാൾ? ദേവയാനി ഏറ്റവും അധികം വെറുക്കുന്ന ഒരാളാണ് ദേവയാനിക്ക് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തത്. അപ്പോഴേക്കും ദേവയാനി പെട്ടെന്ന് തന്നെ നയനയുടെ കാര്യമാണ് ഓർക്കുന്നത് കേട്ടോ. ഉടനെ ചോദിക്കുക, ആരാ ഡോക്ടർ, നയനയാണോ ആ കാര്യം ചെയ്തത്? ഡോക്ടർ പറയാണ്, അതെ, ദേവയാനിയുടെ മരുമകൾ നയനയാണത് ചെയ്തത്. ആ കുട്ടിക്കന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേവയാനിക്ക് ബ്ലഡ് തന്നപ്പോൾ തന്നെ ആ കുട്ടി തളർന്ന് വീണതാണ്. പിന്നീട് കരളിനായിട്ട് നടന്നത് കിട്ടാതെ വന്നപ്പോൾ ആ കുട്ടി തന്നെ സമ്മതിക്കുകയായിരുന്നു, തൻ്റെ ജീവൻ ആപത്തായാലും വേണ്ടില്ല, അമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടാൽ മതി എന്നും പറഞ്ഞ് ആ കുട്ടിയാണ് ഇതിന് തയ്യാറായത്. അത്രയും നല്ല മനസ്സുള്ളൊരു കുട്ടിയെ ദേവയാനിക്ക് മരുമകളായി കിട്ടിയല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇത്ര ശത്രുത എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ വിവരം അമ്മയോട് പറയണ്ടെന്നും ആ കുട്ടി പറഞ്ഞു. കാരണം ആ കുട്ടിയുടെ കരളാണെന്ന് ദേവയാനിക്ക് വച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുരഭിമാനമുണ്ടായി എന്തെങ്കിലും പ്രശ്നമായാലോ, ദേവയാനി സമ്മതിക്കാതിരുന്നാലോ, വിഷമമായാലോ എന്നൊക്കെ ഓർത്തിട്ടാണ് അത് ചെയ്തത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരോടും ദേവയാനി ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കാൻ പോകണ്ട. പക്ഷേ നയനയോടുള്ള ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റണം എന്ന് ഡോക്ടർ പറയാണ് കേട്ടോ. ദേവയാനി ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്യണം. അതിനുശേഷം പല സന്ദർഭങ്ങളിലും ദേവയാനി നയനയെ സംരക്ഷിച്ചു വരികയാണ്. ഓരോ പ്രാവശ്യവും നയനയെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ, ജലജയും ജാനകിയും അനാമികയും ഒക്കെ. അപ്പോൾ അവിടെയെല്ലാം ദേവയാനി നയനയുടെ ഒപ്പം തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പിന്നീട് ദേവയാനിയുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് വരുന്നത് ജാനകിയും അനാമികയും ഒക്കെയാണ്. അങ്ങനെ ഒരു ദിവസം അനാമികയുടെ അമ്മ രേവതിയും അവിടെ എത്തുകയാണ് കേട്ടോ. രേവതിയും അനാമികയും കൂടി നയനയ്ക്ക് പണി കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നയന വന്നതിന് ശേഷം നയനയോട് പറയുന്നുണ്ട്, എടി നീ പോയി ഒരു ചായ എടുത്തുകൊണ്ട് വന്ന് വേണുവേട്ടന് കൊടുക്ക്, നിനക്കെന്താ ഇത്ര താമസം എന്ന് ചോദിക്കുകയാണ് രേവതി. അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ തന്നെ ചായ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് പോയി എടുത്ത് കൊടുക്കാമല്ലോ നിങ്ങളുടെ ഭർത്താവിന്, ഇല്ലെങ്കിൽ ഇവളുണ്ട്, ഇവളുടെ അച്ഛനല്ലേ, അവൾക്ക് എടുത്ത് കൊടുച്ചെന്ന് വെച്ചാൽ അവളുടെ വളയൊന്നും ഊരി പോവില്ലല്ലോ. അപ്പോൾ ഉടനെ രേവതി പറയണം, അത്രയ്ക്ക് അഹങ്കാരമാണോടി നീ ആ ഗോവിന്ദൻ്റെ മകൾ തന്നെയല്ലേ, എൻ്റെ ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുത്താൽ നിൻ്റെ വള ഊരി പോവടേ അഹങ്കാരി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അത് ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നേയില്ല. ദേവയാനി ഉടനെ വരികയാണ്, എന്നിട്ട് ചോദിക്കുക, എന്താ രേവതി, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാൻ, അത് ദേവേടത്തി ഇവളോട് വേണുവേട്ടനൊരു ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു ചൂടോടെ, അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുക ചെയ്യുന്നത്, അഹങ്കാരി. അപ്പം അത് ഇഷ്ടപ്പെടാതെ വരികയാണ് കേട്ടോ ദേവയാനിക്കും. ദേവയാനി പറയാ, അതെന്താ രേവതി ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഭർത്താവിനൊരു ചായ ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്കോ നിങ്ങളുടെ മകൾക്കോ പറ്റില്ലേ, നയനയാണോ അത് ചെയ്യേണ്ടത്, നയന ഈ വീട്ടിലെ വേലക്കാരിയൊന്നും അല്ല കേട്ടോ, അത് മനസ്സിലാക്കിയേ കൊള്ളാം അനാമികയും അമ്മയും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം നയനയ്ക്ക് ഒരു സംശയം തോന്നുകയാണ്, എപ്പോഴും തന്നെ അമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, താൻ ചെയ്ത ഈ കാര്യം അമ്മയെങ്ങാനും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ നയന ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, അമ്മയുടെ സ്വഭാവത്തിനൊക്കെ ഈ സർജറിക്കൊക്കെ ശേഷം ഭയങ്കര മാറ്റമാണ്. ഞാൻ രണ്ടാമത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട്. അമ്മ ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പലരും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അമ്മ അവരുടെയൊക്കെ ഇടയിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്നുണ്ട്. അമ്മ എന്തെങ്കിലും സത്യങ്ങൾ എവിടെന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, ഇല്ല, ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മുത്തശ്ശനും പറഞ്ഞിട്ടില്ല, അച്ഛനും പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ അമ്മയെ അറിയാനേ, അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ നയന പറയാണ്, അല്ല, അമ്മ എന്തോ അറിഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും പെരുമാറില്ല, എനിക്കറിയാം എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നയന റൂമൊക്കെ വൃത്തിയാക്കാൻ കയറുകയാണ് കേട്ടോ ദേവയാനിയുടെ മുറിയിൽ. അപ്പോഴാണ് ദേവയാനിയുടെ അലമാരിയിൽ നിന്ന് ഒരു ഡയറി താഴേക്ക് വീഴുന്ന ഡയറി ഇങ്ങനെ തുറന്ന് കിടക്കുമ്പോൾ നയന അതെടുത്ത് മടക്കി വെക്കാനായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. അപ്പം വായിച്ച് നോക്കുന്നുണ്ട്. അപ്പം നയന കാണുമ്പം അമ്മയുടെ ഡയറിയാണല്ലോ ഇത്, അമ്മ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുകയാണ്. അപ്പം പ്രത്യേകിച്ച് അണ്ടർലൈൻ ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇത് കാണുമ്പം അത് നയന വായിച്ച് നോക്കുകയാണ്. അപ്പോൾ എഴുതിയിട്ടുണ്ട്, ഞാൻ ഇന്നൊരു സത്യം അറിഞ്ഞു, എൻ്റെ മരുമകളും നയന, അവളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്, അവളാണ് എനിക്ക് കരൾ തന്നത്, ഞാൻ ഏറ്റവും അധികം ഈ ലോകത്ത് വെറുത്തത് അവളെയാണ്, പക്ഷേ എൻ്റെ ജീവൻ രക്ഷിക്കാൻ അവൾ വേണ്ടി വന്നു, ഒരിക്കലും ഞാൻ അവളെ വെറുക്കില്ല,
ആരും അറിയാതെ ഞാൻ അവളെ സ്നേഹിക്കും. അവളെൻ്റെ മരുമകളാണ്. ഇനി മുതൽ മരുമകൾ മാത്രമല്ല, അവളെൻ്റെ മകളുമാണ് എന്നൊക്കെ ദേവയാനി പറയാണ്. ആ ഡയറിയിൽ എഴുതിയിരിക്കുകയാണ്. അത് കാണുമ്പോൾ ശരിക്കും നയനയുടെ കണ്ണ് നിറഞ്ഞു പോവാണ് കേട്ടോ. അമ്മ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണല്ലോ ഒന്നും പറയാതെ ഇങ്ങനെ മുന്നോട്ട് പോയതെന്ന് ആലോചിക്കുകയാണ് കേട്ടോ നയന. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്